നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ പിക്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് സദ്യ സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കുന്നത്. ഈ ഓണക്കാലമൊക്കെ വരാറായി. അപ്പോൾ സദ്യ ഒരുക്കുമ്പോൾ അതിനകത്തെ മെയിൻ ഐറ്റമാണല്ലോ നമ്മുടെ അവിയൽ. അപ്പോൾ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലൂടെ പറയാം. അതിനായിട്ട് ഞാനിവിടെ പച്ചക്കറികളൊക്കെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ട പച്ചക്കറി എന്ന് പറഞ്ഞാൽ മുരിങ്ങാക്കോല്, ചേന, ഏത്തക്കായ, ബീൻസ്, പയർ, പിന്നെ സവാള, ഉരുളൻകിഴങ്ങ് ഉപയോഗിക്കും അല്പം കൊഴുപ്പ് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ വെള്ളിരിക്ക ഉണ്ടെങ്കിൽ വെള്ളിരിക്കയുടെ ഒരു കഷ്ണം, കുമ്പളങ്ങ ഉണ്ടെങ്കിൽ കുമ്പളങ്ങയുടെ ഒരു കഷ്ണം, അങ്ങനെ നമ്മുടെ പച്ചക്കറിയിലെ മെയിൻ ഐറ്റംസൊക്കെ അങ്ങ് ഉപയോഗിക്കാം. ഞാനിവിടെ പടവലങ്ങയോടെയും എടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഒരു ഉരുളിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എരിവിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ് കേട്ടോ. നമുക്ക് ഇവിടെ കാന്താരി മുളക് ഉള്ളത് കൊണ്ട് നല്ല എരിവുള്ള 2 കാന്താരി മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവിയലിൻ്റെ കളറ് തന്നെ ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കറിയുടെ അളവ് നോക്കിയിട്ട് അതിന് പാകത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഇത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി ഈ മഞ്ഞൾപ്പൊടിയും എരിവും അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയുമൊക്കെ ഈ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കാൻ പാകത്തിന് കുറച്ച് നേരം നന്നായി ഒന്ന് കൈവച്ച് തിരുമ്മി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യത്തിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓണാക്കി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ടാകും. ഞാൻ ഇനി പുളിക്ക് ആവശ്യത്തിന് ഇവിടെ തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ തക്കാളിയാണ് പുളിക്ക് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാങ്ങയോ തൈരോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാതി വേവാകുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ തക്കാളിയും കൂടെ ആ പാതി വേവിൽ ഒന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകമില്ലേ, ആ ജീരകം ഏകദേശം 1 സ്പൂൺ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു 5-10 കൂടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 1 മുറി തേങ്ങ ചിരണ്ടിയത് കൂടി ആവശ്യമാണ്. ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കി എടുക്കാനേ പാടുള്ളൂ. ഒരുപാട് അരച്ച് കുഴമ്പ് പോലെ ആക്കേണ്ടതില്ല. അപ്പോൾ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ നമുക്ക് നന്നായി ഈ തേങ്ങയും അതുപോലെ തന്നെ ജീരകവും ഉള്ളിയൊക്കെ ഒന്ന് ചതച്ച് കിട്ടുന്നതാണ്. ആ കൂട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പം കൂടി വെള്ളം കൂടിയുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി എടുക്കുന്നത് വരെയും ഈ തേങ്ങയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെയും കുറച്ച് നേരം. ഇനി ഞാനിവിടെ അടച്ചു വയ്ക്കുന്നില്ല, കാരണം ആ വെള്ളം വറ്റണമെങ്കിൽ നമ്മൾ അടച്ചു വെച്ചാൽ ആവി ചാടി വീണ്ടും വെള്ളം വരും. അതുകൊരണം കൊണ്ട് ഇങ്ങനെ തന്നെ ആവിയിൽ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇനി ഈ കറിയിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായിട്ട് കറിയുടെ രുചിക്കും മണത്തിനും ഒക്കെയായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തില്ലായിരുന്നു. ആ കറിവേപ്പിലയോടെയും ചേർത്ത് കൊടുത്ത് ഒന്നോടെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങനെ തന്നെ ചെറുതീയിൽ കിടന്ന് ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് അവിയൽ കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് നേരോടം കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അവിയൽ റെഡിയായി കിട്ടും. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിരിക്കുന്ന ഈ അവിയൽ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണയോടെയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഈ അവിയലൊന്ന് ഇളക്കി യോജിപ്പിച്ചങ്ങ് കൊടുക്കുക. ആ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ ആ മണം തന്നെ വരുമ്പോൾ ആഹാ, നല്ല അടിപൊളി വാസനയാണ്. സദ്യ സ്പെഷ്യൽ അവിയലാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഇനി ഓണക്കാലം വരവായി. അപ്പോൾ ഓണത്തിന് നമുക്ക് മെയിൻ ഐറ്റമായ അവിയൽ ഇനി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പോഷകഗുണങ്ങൾ ഏറെയുള്ള അവിയൽ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.